हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वागारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। हरि ओम्. ഇന്ന് നമ്മൾ ഈ ആദ്യത്തെ ശ്ലോകവും രണ്ടാമത്തെ ശ്ലോകവും കൂടി ചൊല്ലുന്നു. കാരണം അവസാനത്തെ ഒമ്പതാമത്തെ നാമം ഭൂതഭാവന അധികമില്ല. അതുകൊണ്ട് നമുക്കതും രണ്ടാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം ഭൂതാത്മ എന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രണ്ട് ശ്ലോകം കൂടി നമുക്ക് ഒന്നിച്ചു ചെല്ലാം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. അവസാനം ഒമ്പതാമത്തെ നാമമാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കാണുന്നത്, ഭൂതഭാവന. അതാണ് അപ്പം എടുക്കേണ്ടത്. ഭൂതഭാവന എന്ന് പറയുന്നത് അതൊരു ഭൂതഭൃത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഭൂതഭൃത്ത് എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പോയി ഭൂതഭൃത്ത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഭൂതഭാവന. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഭൂതഭാവനയാവുന്നത്. സത്ത് ചിത്ത് ആനന്ദ എന്ന ഗുണങ്ങൾ കൈക്കൊണ്ട് ഭഗവാന്റെ ഒരംശമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ഭാവന, പ്ലാൻഡ്. വെവ്വേറെ കാണുന്നതും ഭഗവാന്റെ വിഭൂതി തന്നെ. ഒരേ ഭഗവാനാണെങ്കിലും ആ ഭഗവാന്റെ വിഭൂതി വേറെ വേറെ ആയിട്ട് നമ്മൾ കാണുന്നു. ഭൂതങ്ങളെ ഭാവന ചെയ്യുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, പോഷിപ്പിക്കുന്നവൻ, സംഹരിക്കുന്നവൻ, അപ്പം എല്ലാം അർത്ഥം ആ ഭൂതഭാവന എന്നുള്ള വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. കാരണം നമ്മൾ ഭൂതകൃത്തും ഭൂതഭൃത്തും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഭൂതഭാവനയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് ഓൾറെഡി കിടക്കാം. രണ്ടാമത്തെ ശ്ലോകത്തിലെ 8 നാമങ്ങളാണുള്ളത്. 10ാമത്തെ നാമം മുതൽ 17ാമത്തെ നാമം വരെ. ഭൂതാത്മാ, പരമാത്മാ, മുക്താനാം പരമാം ഗതി ഒരു നാമം, അവ്യയ, പുരുഷ, സാക്ഷി, ക്ഷേത്രജ്ഞ, അക്ഷര. ഈ 8 നാമങ്ങളാണ് നമ്മളിനി ഈ ശ്ലോകത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഭൂതാത്മ എന്ന് വെച്ചാൽ പവിത്രമായ ആത്മാവോട് കൂടിയവൻ, പരിശുദ്ധമായവൻ, കളങ്കമറ്റവൻ. ഇതൊക്കെയാണ് ഭൂതാത്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അപവിത്രം, അശുദ്ധി, കളങ്കം, ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഗുണങ്ങൾ എല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയിൽ കാണുന്നതാണ്. ഇതെല്ലാം ഉണ്ട് ഭഗവാന്റെ സൃഷ്ടിയിൽ. അപവിത്രമുണ്ട്, അശുദ്ധിയായിട്ടുള്ളതുണ്ട്, കളങ്കം വന്നതുണ്ട്, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയിലുണ്ട്. പക്ഷേ ഈ സ്രാഷ്ടാവിന്, ഭഗവാന് അത് ബാധിക്കുന്നില്ല. സ്രാഷ്ടാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല.
സൃഷ്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിഭൂതിയിലുള്ള ഗുണദോഷങ്ങൾ ഒന്നും തന്നെ അത് രചിക്കപ്പെട്ട ഭഗവാനെ അലട്ടുന്നേയില്ല. ഇറ്റ് ഡസൻ ടച്ച് ഹിം or he is not bothered about it at all. കയറിന് ആലോചിച്ച് നോക്കൂ, കയറിന് പാമ്പിൻ്റെ ദോഷം ഉണ്ടാവുമോ? പാമ്പിൻ്റെ ഗുണവും പാമ്പിൻ്റെ ദോഷമൊക്കെ കയറിനുണ്ടാവുമോ? പാമ്പ് ചിലപ്പോൾ പത്തി വിരിച്ചിരിക്കാം, ചിലപ്പോൾ അത് ചീറ്റി വരുന്നത് കാണാം, ചിലപ്പോൾ അത് പത്തി മടക്കണ കാണാം, വാലിട്ട് ഇളക്കണ കാണാം, ശ്വാസം വിടണത് കാണാം. ഈ കർമ്മങ്ങളെല്ലാം തന്നെ പാമ്പിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും കയറിനെ ബാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ടെക്നിക്കൽ വാക്കുകളൊക്കെ നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണത്തിന് കാര്യത്തിൻ്റെ ദോഷമുണ്ടാവില്ല. The cause will never be affected by the qualities of the effect. Think please. വെള്ളത്തിലെ മാലിന്യം ചന്ദ്രനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. വെള്ളത്തിൻ്റെ മാലിന്യം ചന്ദ്രനെ ഒരു കാലത്തും ബാധിക്കുന്നില്ല. വെള്ളത്തിൽ മാലിന്യമുണ്ട്, ആ പ്രതിരൂപം കാണുന്നത് ആ രീതിയിൽ നമ്മൾ കാണുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ആ പ്രതിരൂപത്തിനോ പ്രതിബിംബത്തിനോ ഉണ്ടാവും. പക്ഷേ മുകളിൽ നിന്ന് ആരാണോ ഇത് പ്രതിബിംബിക്കുന്നത്, ആരുടെ ബിംബമാണോ ശരിക്കുള്ള ബിംബം, പ്രതിബിംബമല്ല സാക്ഷാൽ ബിംബം, ഒറിജിനൽ ബിംബം ഏതാണോ ആ ബിംബത്തിന് വെള്ളത്തിൽ ചളി ഉണ്ടെങ്കിൽ എന്താ, ചണ്ടി ഉണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഡസന്റ് അഫക്റ്റ് ഹിം അറ്റ് ഓൾ. അങ്ങനെ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കിണറെന്ന് വിചാരിക്കുക. ആ കിണറ്റിൽ വെള്ളം വളരെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നു, മാലിന്യമൊന്നുമില്ല, ക്ലിയർ ആയിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ്റെ പ്രതിബിംബം അതിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ കാണുന്നു. ചന്ദ്രനെ കാണുന്ന പോലെ തന്നെ അതിനുള്ള പ്രതിബിംബം എന്ന് പറയാൻ കാരണം അതാണ്. യാതൊരു മാറ്റവും ഇല്ലാതെ അതേ രീതിയിൽ ആ പ്രതിബിംബം നമ്മൾ ഇതിൽ കാണുന്നു. ചന്ദ്രനെ വേറെ നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുസൃതിക്കുട്ടം വന്നിട്ട് ഒരു കല്ലെടുത്തൊരു വീക്ക് വീക്കണം നിങ്ങളുടെ കിണറ്റിലേക്ക്. അത് വീക്കിയപ്പോഴാണ് ഉള്ളൂരിൽ പാടിയത്, കൂപത്തിൽ ബിംബിച്ച പൂന്തിങ്കൾ കല്ലേറാൽ ചാപല്യമെത്രമേൽ കാട്ടിക്കൂട്ടും. കൂപത്തിൽ ബിംബിച്ച് നിൽക്കുന്ന ആ പൂന്തിങ്കൾ, ആ സ്വർണവർണ്ണമായ ചന്ദ്രൻ ഈ കല്ലേറ് കൊണ്ട് ചാപല്യം എത്ര മേൽ കാട്ടിക്കൂട്ടും. എന്തൊക്കെയായിരിക്കും അവൻ്റെ ഇളക്കം? കോൺവെക്സ്, കോൺകേവ്, നീളം കൂടുക, വീതി കൂടുക, വണ്ണം കൂടുക, എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ആണ് ആ പ്രതിബിംബത്തിന് വരിക. വൈ? ബിക്കോസ് ദ മീഡിയം ഈസ് ഡിസ്റ്റർബ്ഡ്. അങ്ങനെ ആ ഡിസ്റ്റർബ് മീഡിയത്തിൽ പ്രതിബിംബിക്കുന്ന പ്രതിബിംബത്തിന് ചാബല്യങ്ങൾ ഉണ്ടെങ്കിൽ ചന്ദ്രന് എവിടെയുണ്ടാ ചാബല്യം? അല്ലേ? അതേപോലെ തന്നെ ജീവജാലങ്ങളിലുള്ള ചാബല്യം ഭഗവാനെ ടൈൻറ്റ് ചെയ്യുന്നില്ല, അങ്ങോട്ട് അടുക്കില്ല. തമിഴിൽ പറയില്ലേ, അശങ്കാത്, അനങ്ങില്ല, ഒരനക്കുമില്ല അദ്ദേഹത്തിന്. ഈ ചളി കളിക്കേ, വെള്ളത്തിൽ കളിക്കേ, മണ്ണിൽ കിടന്ന് ഉരുള്, നീ എന്ത് വേണേ ചെയ്തോ കൂട്ടാ, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ബിക്കോസ് ഭൂതാത്മാ. ഇനി വേറൊരു ദൃഷ്ടിയിൽ ആലോചിച്ച് നോക്കുക. ഈ അശുദ്ധം, കളങ്കം എന്നുള്ള ഗുണങ്ങളെല്ലാം അല്ലെങ്കിൽ ദോഷങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ജീവജാലങ്ങൾക്ക് ഉണ്ടാകുന്നത്?
ജീവജാലങ്ങൾക്ക് ആ ദോഷങ്ങൾ വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ്? പ്രസവിച്ച് വീഴുമ്പോൾ ആരും എല്ലാവരും എവരിബഡി ഈസ് ഇന്നസെൻറ്റ്. അല്ലെങ്കിൽ രാത്രി ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളൊരു പിച്ചക്കാരനാണോ അയാളൊരു രാജാവാണോ എന്ന് പറയാൻ പറ്റുമോ? എക്സെപ്റ്റ് ത്രൂ ഡ്രസ്. അയാളൊരു ക്രൂരനാണോ അയാളൊരു നല്ല ആളാണോ നമുക്ക് ഡീപ്പ് സ്ലീപ്പിൽ പറയാൻ പറ്റുമോ? ഉറങ്ങിക്കിടക്കണ ആളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ആൾ പേശകാട്ടോ, ഇയാൾ നല്ല മനുഷ്യനാട്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ അശുദ്ധവും കളങ്കും എന്നുള്ള ഇത്യാദി ദോഷങ്ങൾ മനുഷ്യരിൽ ജീവനിൽ വന്നു ചേരുന്നത്? ആ ജീവങ്ങളുടെ കർമ്മഫലം കൊണ്ടുവരുന്നു അല്ലേ? പ്യൂർലി as a result of my actions, as a consequence of my actions. ആ കർമ്മഫലം എന്നിൽ അങ്ങനെ ദോഷവാനാക്കുന്നു. അപ്പോൾ മനസ്സിൽ നന്മ തിന്മാദികൾ സത്യം എന്നും ഇതെല്ലാം മനസ്സിൽ മാലിന്യങ്ങളാണ്. നന്മ തിന്മ, ഈവൻ സത്യം, ട്രൂത്ത്ഫുൾനെസ് ഓർ ഈവൻ കൈൻഡ്നെസ്, ഗുണങ്ങൾ, നല്ല ഗുണങ്ങളായാലും ചീത്ത ഗുണങ്ങളായാലും രണ്ടും ആ ടെക്നിക്കൽ ഭാഷയിൽ അത് കളങ്കം തന്നെയാണ് പറയാം. ആധ്യാത്മിക കണ്ണാടി വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും കളങ്കാണ്. ഗുണവും നന്നല്ല ദോഷവും നന്നല്ല. ബിക്കോസ് ഭഗവാന്റെ ഗുണം ദോഷവും ഗുണവും ഇല്ലാത്തവനാണ് ഭഗവാൻ, നിർഗുണനാണ്. മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് മനുഷ്യർ നല്ലവനാവണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളൊരു തത്വം ഇവിടെ പറയണം. അപ്പോൾ എന്താ പറയുക, മനസ്സിൽ ഉള്ള കളങ്കമാണ് ഈ ദോഷങ്ങളെന്ന് വിചാരിച്ചോളൂ. തിന്മകൾ, ഈ അശുദ്ധം, കോപം, വാശി, കുശുമ്പ്, അസൂയ, ദുർമന്ത്രം, മോശോടത്തരം, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മനസ്സിലെ കളങ്കങ്ങളാണ്. എങ്ങനെ ഒന്ന് വിട്ടു? എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് അത് ഒന്ന് വിട്ടു. ഇതെല്ലാം മാലിന്യങ്ങളാണ്, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളാണ്. മനസ്സിലുള്ള ഈ മാലിന്യങ്ങൾ തീർത്താൽ മാത്രമേ നമുക്ക് ആ മനസ്സുകൊണ്ട് അന്തരാത്മാവിനെ കാണാൻ പറ്റുള്ളൂ. ആ മനസ്സിനെ, ഈ ദോഷങ്ങൾ പ്രകാശിപ്പിക്കുന്ന മനസ്സിൻ്റെ പിന്നിലുള്ള ഒരു വെളിച്ചത്തിനെ ഇതെല്ലാം മാറ്റി കളഞ്ഞാലേ നമുക്ക്, ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സുസ്വരൂപം എൻ്റെ മനസ്സിൽ കാണണമെങ്കിൽ ആ മനസ്സിൽ ഉള്ള ചളി, വിദ്വേഷം, പക, വൈരാഗ്യം ഇത്യാദി ഷഡ്ദോഷങ്ങൾ ആ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണം. അതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ചിത്തശുദ്ധി എന്ന് പറയുന്നത്. മനസ്സിനെയും ബുദ്ധിയും ശുദ്ധിയാക്കുക, ഒരു പർഗേഷൻ, ഒരു എന്താ പറയുക, വയറിളക്കാൻ കൊടുക്കില്ല, ഒരു അണക്കണ്ണ ക്ലീനാക്കുക. അങ്ങനെ ക്ലീനാക്കിയിട്ടുള്ള മനസ്സിന് മാത്രമേ ശരിക്കുള്ള വഴിയിൽ, ട്രൂത്ത്ഫുള്ളായിട്ടുള്ള വഴി കൂടെ ചിന്തിക്കാൻ പറ്റുള്ളൂ. മനസ്സിനും ബുദ്ധിക്കും കോൺടംപ്ലേറ്റീവ് പവർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് രാമായണം എഴുതാൻ പുറപ്പെട്ടപ്പോൾ തന്നെ എഴുത്തച്ഛൻ സരസ്വതിയോട് ഒരു വന്ദനമുണ്ട്. കിളിപ്പാട്ട് രാമായണം എഴുതാൻ പുറപ്പെട്ടപ്പോൾ, ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നൻ. ചേതോദർപ്പണത്തിലെ ഈ മനസ്സായിരിക്കുന്ന ഈ കണ്ണാടിയിലെ മാലിന്യമെല്ലാം തീർത്ത്, അതിൻ്റെ മാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കി കളഞ്ഞ് ശോധന ചെയ്തിടുവാൻ. തത്വം എന്താണ്, ഈശ്വര തത്വം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളൊരു ശോധന, ഒരു എൻക്വയറി ഉണ്ടല്ലോ, എൻക്വയറി അൺ ടു മൈസെൽഫ്. ആ എൻക്വയറി എനിക്ക് നടത്തണമെങ്കിൽ അതിന് കൊണ്ടുപോകുന്ന ടെലസ്കോപ്പും മറ്റുള്ള ഉപാധികളെല്ലാം ക്ലീനായിരിക്കണം. അതൊക്കെ ടെസ്റ്റ് പിടിച്ച് നോക്കിയാൽ കാണൂല. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ബാക്കിൽ നിൽക്കുന്ന സാധനം കാണാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോവുക? എൻ്റെ മനസ്സിപ്പോൾ അങ്ങനത്താണ്. പറയണതെല്ലാം മനസ്സിലാക്കുക. നേരെ എന്താ പറയുക, എന്താ പറയാ, കാർബൺ കോപ്പി പോലെ ഓപ്പോസിറ്റായിട്ട് അവിടെ പതി മനസ്സിൽ. എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ അതിന് വിരുദ്ധം, എന്താ ഞാൻ പറഞ്ഞില്ല വെച്ചാൽ ആ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, കോന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. കോന്ന് പറയുമ്പോഴേക്കും കോഴിക്കോട്ടെ അങ്ങോട്ട് ആക്കും.
അതൊക്കെ എന്താ കാരണം? മനസ്സിലെ മാലിന്യങ്ങളാണ് അതിനൊക്കെ കാരണം. ആ ഇൻഫർമേഷൻ മനസ്സിൽ കിട്ടുമ്പോഴേക്കും മനസ്സിൻ്റെ തലത്തിൽ നിന്നും നിലവാരത്തിൽ നിന്നുമാണ് ആ ഇൻഫർമേഷൻ അസസ് ചെയ്യുന്നത്. അപ്പം അതിനില്ലാത്ത പൊടുപ്പും തൊങ്ങലൊക്കെ കൂട്ടിച്ചേർത്ത് ഇത് കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞതാണ്, കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ആവുള്ളൂ, എന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോട് തന്നെയാണ് അർത്ഥം, കോട്ടയം എന്നുള്ള അർത്ഥം വരികയില്ല എന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്നു. അപ്പം എന്തെല്ലാം പുലിവാലുകൾ നമ്മളുടെ നിത്യജീവിതങ്ങളിൽ നമുക്കുണ്ടാകുന്നു മനസ്സിങ്ങനെ ചിന്തിച്ചു പോയാൽ. അപ്പം അങ്ങനെ ചിന്തിക്കാതെ എന്താണോ വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്, എന്താണോ ഉപനിഷത്തുകൾ പറഞ്ഞിരിക്കുന്നത്, എന്താണോ പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണമെങ്കിൽ മനസ്സിൽ ഇതൊക്കെ മാലിന്യങ്ങളൊന്നും പാടില്ല. ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ അവോളം വന്നിക്കുന്നൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജീവികളുടെ കർമ്മഫലം സ്രഷ്ടാവ് അനുഭവിക്കുന്നില്ല. കാരണം അയാളുടെ കർമ്മത്തിൽ കർത്താവിന് പങ്കില്ല. പുതിയൊരു കാറ് മേടിക്കാൻ തീരുമാനിച്ചു. ടൊയോട്ടയുടെ ഷോറൂമിലേക്ക് പോയി. കാറ് വിൽക്കാണ്ടോ? ഉണ്ട്. എത്രയാ? 15 ലക്ഷം. ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തു. പിടിച്ചോ. ഏത് കളറാണ് വേണ്ടത്? ഇന്ന കളറാണ് വേണ്ടത്. ഓക്കെ, ആ കളർ റെഡിയാണോ? റെഡി. എടുത്തോളൂ. പുറത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. കാറ് പുറത്തേക്ക് എടുത്തു, കൊണ്ടുവന്നു. ഹാൻഡിങ് ഓവർ, ചാവി ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഫങ്ഷനാണ്. ഒരു നല്ലൊരു സിൽവർ പ്ലേറ്റിലൊക്കെ വെച്ച്, സിൽവർ പ്ലേറ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ, അതിലിരിക്കണ താക്കോല് മാത്രമേ കിട്ടുള്ളൂ. അതിൽ വെച്ച് 2 പൂവ്, എന്താ പറയുക, 2 പൂവമ്പഴം കയ്യിൽ വെച്ചിട്ട് അതൊക്കെ നമ്മൾ എടുത്തോളാൻ പറയാം. പ്ലേറ്റ് മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി പറയും, കാരണം അത് സിൽവറാണേ. അപ്പോൾ താക്കോലെടുത്തു, പഴമെടുത്തു, അപ്പം തന്നെ തൊലി പൊളിച്ചു, ബ്ലും കഴിഞ്ഞു. പൂവെടുത്ത് ഒന്ന് ചെവിയിൽ വെച്ചു, ചുറ്റി വെട്ടിയിട്ടു. അപ്പോൾ ചന്ദനുണ്ട്, ആ ചന്ദനം ഏതെങ്കിലും ഒരു കൈ കൊണ്ട് ചൂണ്ടുവിരലുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്ത് നെറ്റിയിലൊന്നൊരു മാർക്ക് ഇടിച്ചു. ബസ്, കാര്യം കഴിഞ്ഞു. എന്നിട്ട് പുതിയ കാറിലേക്ക് അങ്ങോട്ട് കയറി വന്നത്തെ കയറി. അപ്പോൾ കാറ് എങ്ങനത്തെ കാറാ? ആ ബോണറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ പെർഫെക്റ്റ്ലി ട്യൂൺഡ് ന്യൂ സൂപ്പർ എൻജിൻ, സൂപ്പർ കാർബറേറ്റർ, എല്ലാ പാർട്സും സൂപ്പർ സൂപ്പർ സൂപ്പർ. റേഡിയേറ്റർ സൂപ്പർ, പെട്രോൾ ടാങ്ക് ഉണ്ട്, റേഡിയേറ്റർ ഉണ്ട്. ഉള്ളിലാണെങ്കിൽ ഫർണിഷിങ്സ്, സീറ്റ് ഫർണിഷ് ചെയ്തിട്ടുണ്ട്, അവിടെ ഫർണിഷ് ചെയ്ത്, ഇവിടെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സ്റ്റിയറിംഗ് വീൽ, സ്വിച്ചുകളെല്ലാം ഒരു മോഡേൺ ടൈപ്പ് ഓഫ് സ്വിച്ചുകൾ. കൈ ഇടണ്ട, നോക്കിയാൽ മതി, സ്വിച്ചാൽ വരും, അങ്ങനത്തെ ടെക്നോളജി. പെർഫെക്റ്റ് ഫസ്റ്റ് ക്ലാസ് കാർ. അത് കയറി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടാവണില്ല, ഒരു ഇഞ്ച് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല മുന്നോട്ട്. കുറേ ട്രൈ ചെയ്തു. ദേഷ്യം വന്ന് താഴത്തേക്ക് ഇറങ്ങി. എന്താടോ അത് വണ്ടി പോവാത്തത്? അപ്പോൾ ആ കടക്കാരൻ വന്നു, സാറേ പെട്രോളില്ല, പെട്രോൾ ഒഴിക്കണം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ സകല എക്വിപ്മെൻറ്റും ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് റേറ്റഡ്, എന്താ പറയുക, വാട്ട് ഈസ് ഇറ്റ് കോൾഡ്, ടോപ്പ് ഓഫ് ദി ആർട്ട് അല്ല, എന്തൊരു ആർട്ട് ഓഫ് ടെക്നോളജി, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലുള്ള കാറ്. പൈസ കൊടുത്തു, ട്രാൻസ്ഫർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. വൈ? സ്പാർക്ക് ഓഫ് ടച്ച് ഈസ് നോട്ട് ദെയർ. ഭഗവാന്റെ സിഗ്നേച്ചർ ഈസ് നോട്ട് ദെയർ. അപ്പോൾ കാറ് മൂവ് ചെയ്യണമെങ്കിൽ ഫ്യൂവൽ ഒഴിക്കണം. ഫ്യൂവൽ ഒഴിച്ചു, കാർ ഓടിച്ചു പോയി. ഈ കാർ ഓടിച്ചു പോകുമ്പോൾ ഫ്യൂവൽ ഇല്ലെങ്കിൽ കാർ ഓടില്ല. അപ്പോൾ കാറിനെ നിലനിർത്തുന്നതും കാറിനെ കാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതും എന്താ കാരണം? ദ കോസ് ഇസ് ദ ഫ്യൂവൽ. ആ കാറിലിരിക്കുന്ന ഡ്രൈവർ ആ കാറിനെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകുന്നോ എന്ന് തീരുമാനിക്കുന്നത് ഫ്യൂവലല്ല. ആ ഫ്യൂവലിന് ഹാസ് നോ പാർട്ട്. അയാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഹി ക്യാൻ ഗോ ടു ഹിസ് ബ്യൂട്ടിഫുൾ ഹോം ആൻഡ് എൻജോയ്. ഓർ ഈ അങ്ങോട്ട് ഈ കാറ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നല്ലൊരു ആൽമര ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൊണ്ടിരിക്കാം. വിൻഷീൽഡും
എൻജിനും ഒക്കെ തകർത്ത് അയാൾക്കും കുറച്ച് പേർക്ക് പറ്റി ഇടിക്കാം. രണ്ട് ചെയ്താലും കോംപ്ലിമെൻറ്റും കംപ്ലൈൻറ്റും പെട്രോളിന് വരുമോ? പെട്രോൾ ഈസ് ദെയർ ആസ് എ സിഗ്നേച്ചർ ഓഫ് ദ ലോർഡ് ടു മൂവ് ദ വെഹിക്കിൾ. അപ്പം ആ കയ്യെഴുത്തില്ലാതെ ഇത് മൂവ് ചെയ്യില്ല. പക്ഷേ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഡ്രൈവർ ടു ടേക്ക് ഇറ്റ് സേഫ്ലി ടു എ ഗുഡ് പ്ലേസ് ഓർ ബാഡ് പ്ലേസ് ലെഫ്റ്റ് ടു ഹിം. അത് നല്ല സ്ഥലത്തേക്ക് പോയാലും കൊള്ളാം, ചീത്ത സ്ഥലത്തേക്ക് പോയാലും കൊള്ളാം, പെട്രോൾ ഈസ് അൺഅഫക്റ്റഡ്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല കുട്ട, നീയായി നിൻ്റെ പാടായി. അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ, ഈശ്വരൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ എങ്കിലും നമ്മുടെ കർമ്മഫലത്തിനെ അനുസരിച്ചായിരിക്കും നമുക്ക് കർമ്മത്തിനെ അനുസരിച്ചായിരിക്കും നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടുന്നത്, കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നത്. ആ ഫലത്തിൽ ഈ ചൈതന്യത്തിന്, ഈ ശക്തിക്ക്, ഈ ഫ്യൂവലിന്, ഈ ഡീസലിന്, ഈ പെട്രോളിന് യാതൊരു പങ്കുമില്ല. ഇന്നലെ നമ്മൾ രമണ മഹർഷിയുടെ ഉപദേശസാരം പറഞ്ഞു. ഉപദേശസാരം ഇന്നലെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അത് ഇന്നലെ അത് പറഞ്ഞു നോക്കിയപ്പോൾ, ഇന്നലെ വിനിയാന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. അത് പറഞ്ഞപ്പോൾ ആ ഗ്രന്ഥത്തിൽ, ഉപദേശസാരത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക മനസ്സിൽ. അത് എന്താ അറിയില്ല, നമ്മൾ പറയപ്പെടുന്ന ഈ ടോപ്പിക്കിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളായിട്ടാണ് വരുന്നത്. എന്തൊരു രസമാണ് ശ്ലോകങ്ങൾ കേൾക്കാറില്ല. അദ്ദേഹം ഉപദേശസാരം തുടങ്ങണമെന്ന് എങ്ങനെയറിയോ? കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം പരം കർമ്മത ജഡം കൃതിമഹൗദസോ പതനകാരണം ഫലമശാശ്വതം ഗതിനിരോധകം. അങ്ങനെയാണ് ആ ശ്ലോകങ്ങൾ പോകുന്നത്. അപ്പം ആദ്യത്തെ വരി നോക്കൂ. കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം. കർത്തൃരാജ്ഞയാ, കർത്താവിൻ്റെ ആജ്ഞപ്രകാരം, സ്രാഷ്ടാവിൻ്റെ ആജ്ഞപ്രകാരം, ഭഗവാന്റെ ആജ്ഞപ്രകാരം, ആത്മസ്വരൂപൻ്റെ ആജ്ഞപ്രകാരം, ദി ഓൾ പെർവേഡിങ് ഓൾമൈറ്റിയുടെ അനുവാദപ്രകാരം മാത്രമേ കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം. നീ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം, നീ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണെങ്കിലും ആ കർമ്മങ്ങളുടെ ഫലം നിനക്ക് കിട്ടണമെങ്കിൽ ഹിസ് ലോർഡ്ഷിപ്പിൻ്റെ സിഗ്നേച്ചർ വേണം. അതെന്തിനാ അങ്ങോരുടെ സിഗ്നേച്ചർ? എൻ്റെ കർമ്മഫലം എനിക്കിങ്ങോട്ട് തന്നൂടെ? അതെനിക്ക് അർഹതപ്പെട്ടതല്ലേ. നല്ലതായാലും ചീത്തയായാലും അങ്ങോട്ട് ഇതിന് ആവശ്യമില്ലാണ്ട് തലയിടണം. ഇങ്ങോർക്ക് തന്നെയാണ് കുഴപ്പം. എല്ലാ ദിക്കിലും കൊണ്ട് തലയിടും. ഒരു ബാങ്കിൽ നിങ്ങൾക്ക് 1 lakh ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പൈസ, ടാക്സ് പെയ്ഡ് മണി, ലെജിറ്റിമേറ്റ് ടു യു, നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? എന്തുകൊണ്ട് ബാങ്ക് പോയിട്ട് നിങ്ങൾക്ക് ഡ്രോ തുറന്നിട്ട് ഇങ്ങോട്ട് എടുത്തുകൂടാ? അതിനൊരു വ്യവസ്ഥയുണ്ട് മാഷേ. ഈ കർമ്മഫലം ഡിസ്പെൻസ് ചെയ്യാൻ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഇല്ലെങ്കിൽ ഫ്രീ ഫോർ ഓൾ ആവില്ലേ? അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ കർമ്മഫലം നിനക്ക് നിൻ്റേതായിട്ടുള്ള കിട്ടും, ഒരു സംശയമില്ല. അതിന് ബാങ്ക് മാനേജറുടെ ഒപ്പ് വേണം. ആ കടലാസിൻ്റെ മുകളിൽ ബാങ്ക് മാനേജർ ഓക്കെ എന്ന് എഴുതി സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എൻടൈറ്റിൽഡ് ഫോർ 1 lakh. മനസ്സിലായോ? ആ കർമ്മഫലം നിനക്ക് കിട്ടണമെങ്കിൽ കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം പരം കർമ്മത ജഡം. രണ്ടാമത്തെ ലൈൻ പോട്ടെ, അതിന് ഇവിടത്തേക്ക് റെലവൻ്റ് അല്ല. ആദ്യത്തെ ലൈൻ നോക്കൂ. കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം. എത്ര സത്യത! കർത്താവിൻ്റെ ആജ്ഞ കൊണ്ട് മാത്രമേ നമുക്ക് കർമ്മത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പം നീ ഈ കർമ്മഫലം എന്തെങ്കിലും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ അറിവിലൂടെയാണ്. ഭഗവാൻ അറിയാം ഇനി ഇതിന് എൻ്റെ കർമ്മം കൊണ്ട് നിനക്ക് ഇത് അർഹതപ്പെട്ടതാണ്. നല്ലതായാലും ചീത്തയായാലും യു ഡിസേർവ്, ഗുഡ് ഓർ ബാഡ്, ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ,
പിന്നെ എന്തിനാ ഈ പൂജയും അണ്ണാങ്കട്ടയൊക്കെ? നാമം ചൊല്ലില്ലേ, പൂജ, പ്രാർത്ഥന, പ്രയർ, വൈ? എനിക്ക് എൻ്റെ കർമ്മഫലം ഇങ്ങോട്ട് കിട്ടില്ലേ? ഇത് ആരുടെ കാലം, എന്തിനാ ആരുടെയെങ്കിലും കാല് പിടിക്കാൻ പോണേ? മണ്ണാണ്ടിനെ കിട്ടില്ലേ? നല്ല ചോദ്യം. നമുക്കതിന് ഉത്തരം കാണാം, അതിനും നമുക്ക് ഉത്തരം കാണാം. ഭഗവാൻ ഓൾ പെർവേഡിങ് എന്ന് പറയുന്ന ആ പരബ്രഹ്മം പുരാണ ദൈവങ്ങളൊന്നും അല്ലാതെ വേദിക് ഗോഡ്, ഒരു ക്വാളിറ്റിയും ഒന്നിലും ഇടപെടാത്ത ഒരു ശക്തി. ആ ശക്തി ഓക്കെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ കർമ്മഫലം നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ കുട്ടി ദൈവങ്ങളെ പൂജിക്കും. പരബ്രഹ്മത്തിനെ നമ്മൾ പൂജിക്കണില്ല, ഓച്ചിറ ഒഴികെ. ആ ഒരു സ്വരൂപത്തിൽ നമുക്ക് പൂജിക്കാൻ പറ്റില്ല, കാരണം അതിന് സ്വരൂപമില്ല, അതിന് നാമമില്ല, രൂപമില്ല, അതൊന്നുമില്ല. ഇല്ലാത്ത സാധനത്തെ നമ്മളങ്ങനെ പൂജിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സബോർഡിനേറ്റ്സ് കുട്ടി ദൈവങ്ങളെ പുരാണങ്ങളിൽ സൃഷ്ടിച്ചു. ഗണപതി, അല്ലെങ്കിൽ പാർവതി, അല്ലെങ്കിൽ സരസ്വതി, അതല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ, ഇങ്ങനെ ഓട്ടോ, അയ്യപ്പൻ, ധന്വന്തരി, കുറേ കുട്ടികളെ നമ്മൾ സൃഷ്ടിച്ചു. കുറേ പൂജാവിധാനങ്ങളും ഉണ്ടാക്കി. സുദർശന ഹോമം, മറ്റേ ഹോമം, മർച്ച ഹോമം, എന്താ പറയുക, ഗണപതി ഹോമം, ഭഗവത് സേവ, ഇതൊക്കെ നിശ്ചയിച്ചു. ഇതൊക്കെ എന്തിനാ പിന്നെ ആൾക്കാർ കഴിക്കണം? എനിക്ക് എൻ്റെ കർമ്മത്തിനെ അനുസരിച്ച് കിട്ടേണ്ട കർമ്മഫലം എനിക്ക് അർഹതപ്പെട്ടതാണ്, അതെനിക്ക് കിട്ടും ചെയ്യും. അതിന് ഭഗവാൻ മടിച്ചു വയ്ക്കൊന്നുമില്ല. ബാങ്ക് മാനേജർ ഇപ്പം 10,000 1,00,000 മുഴുവൻ എടുക്കണോ എന്നെ? ഒരു 1,00,000 ഇവിടെ ഇട്ടിട്ട്, അല്ല, ഒരു 50,000 ഇട്ടിട്ട് ബാക്കി എടുത്താൽ പോരാ. അല്ല സോറി, എനിക്കിപ്പോൾ തന്നെ കിട്ടണം. ഓ, കൊണ്ടുപോകണോ? യെസ്, നോ ഒബ്ജക്ഷൻ. അയ്യ, അദ്ദേഹത്തിന് യാതൊരു ഒബ്ജക്ഷനും ഇല്ല, ചോദിക്കുകയില്ല. ചില മാനേജർമാർ ചോദിക്കുകയില്ല, ഇതൊന്നും ചോദിക്കുകയില്ല, നേരെ ഒപ്പിട്ട് വരും. ആ കമ്പ്യൂട്ടറിൽ കുടുകുടുന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ബാലൻസ് എത്രയാണെന്ന് അറിയും. ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ യു വിൽ സൈൻ, സിംപ്ലി സൈൻ, ടേക്ക് ഇറ്റ്. അതെനിക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷേ ആ അർഹതപ്പെട്ട് കിട്ടുന്ന കർമ്മഫലത്തിൻ്റെ വ്യക്തത അല്ലെങ്കിൽ കാഠിന്യം സ്വല്പം ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ പൂജകളും ഈ കുട്ടിദൈവങ്ങളെ പിടിക്കലും അനുഭവപ്പെടും. മഴ പോലെ വന്നത് മഞ്ഞ് പോലെ എന്ന് പറയില്ലേ. കഴുത്ത് വെട്ടേണ്ടത് തലമുടി വെട്ടി, ഒന്ന് താന്നു കൊടുക്കുക. ഫലം അനുഭവിച്ചോ? ഫലം അനുഭവിച്ചു. അയാൾ തന്നെ വെട്ടി, പക്ഷെ കഴുത്ത് പോയില്ല. ഉച്ചക്ക് തലമുടിയേ പോയുള്ളൂ. മഴ പോലെ വന്ന് പെയ്യേണ്ടത് അത് മഞ്ഞ് പോലെ വന്ന് പോയി. അതിന് നമ്മൾ പൂജ നടത്തുന്നു, സുദർശനഹോമം നടത്തുന്നു, മൃത്യുഞ്ജയഹോമം നടത്തുന്നു. മരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇല്ല? പിന്നെ എന്തിനാ മൃത്യുഞ്ജയഹോമം നടത്തണം? മൃത്യുഞ്ജയഹോമം നടത്തുന്നത് മരണം ഒഴിവാക്കാനല്ല. അനായാസേന മരണം വിനാദൈന്യേന ജീവിതം, അതിനാണ് മൃത്യുഞ്ജയഹോമം. മരണ ഭയത്തിൽ നിന്ന് മോചിതനാവാനാണ് മൃത്യുഞ്ജയഹോമം. അല്ലാണ്ട് മരണത്തിൽ നിന്ന് അവോയ്ഡ്, ഇമ്പോസിബിൾ. ഏത് നെപ്പോളിയൻ പറഞ്ഞാലും അത് ഇമ്പോസിബിളാണ്. നെപ്പോളിയൻ പറയും ഇമ്പോസിബിൾ ഈസ് എ വേർഡ് ഫൗണ്ട് ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ് എന്ന്. അങ്ങൊരു പറഞ്ഞോട്ടെ, അത് സാഹിബിൻ്റെ കൾച്ചർ. പക്ഷേ ഇത് ഇമ്പോസിബിൾ അല്ല. ഇമ്പോസിബിൾ ടു ബ്രേക്ക് ദ ലോ ഓഫ് കർമ്മ. അത് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും, പക്ഷേ ആ കിട്ടേണ്ടതിലൊരു കാഠിന്യം കുറവ്. സുഖമില്ലേ നമുക്ക് അനുഭവിക്കാൻ? ഞാൻ അനുഭവിച്ചോളാം, പക്ഷേ അങ്ങനെ വേണോ? റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് വേണോ? സിമ്പിൾ പോരെ? നമുക്ക് ബാങ്കിലേക്ക് തന്നെ പിന്നെയും പോവാം. 1,00,000 രൂപ കൊടുക്കാനായിട്ട് അദ്ദേഹം, ബാങ്ക് മാനേജർ ഒപ്പിട്ടു, നിങ്ങൾക്ക് 1,00,000 രൂപ എൻടൈറ്റിൽമെൻ്റ് ഉണ്ട്, 1,00,000 രൂപ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് തന്നേ പറ്റൂ. പക്ഷേ ആ കൗണ്ടറിലിരിക്കുന്ന ആൾക്ക് ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തരാം. എല്ലാ 1,00,000 രൂപ മുഴുവൻ 10 നോട്ടാക്കി തരാം, ഇല്ലേ? അത്
തൊടാൻ പറ്റാത്ത നോട്ടുകൾ, സോയിൽഡ് നോട്ട്സ് ബണ്ടിൽ ചെയ്തിട്ട് നല്ലോണം വെച്ചിട്ടുണ്ട്. എണ്ണമൊക്കെ ശരിയാണ്. 10ൻ്റെ നോട്ട് മാത്രമാക്കി തരും. നിങ്ങൾക്കൊരു ഒരു ഒരു പെട്ടിവണ്ടി വിളിക്കേണ്ടി വരില്ലേ കൊണ്ടുവരാൻ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ഇതൊന്ന് 500ൻ്റെ ആക്കാൻ പറ്റുമോ? 500ൻ്റെ ഇവിടെ സ്റ്റോക്ക് കുറവാട്ടോ. അല്ല, എന്നാലും ഒന്ന് ശ്രമിച്ചൂടെ? പകുതി 500ൻ്റെ ആക്കി തരാം, ബാക്കി പകുതി 200ൻ്റെ 100ൻ്റെ ആക്കി തരാം. അപ്പോൾ പകുതി 500 ആക്കി, ബാക്കിയുള്ളവർക്ക് 200 100 ആക്കി സോയിൽഡ് നോട്ട്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് വേറൊരു ആഗ്രഹം, ഇത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും പോക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ തള്ളി കുത്തി ഒരു ചെറിയ ബാഗും കൊണ്ടുവന്നുണ്ട്, അതിലിട്ട് കൊണ്ടുകൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഒന്ന് ഫ്രഷ് നോട്ട്സ് തരാൻ പറ്റുമോ? പുതിയ നോട്ട്സ്? പുതിയ നോട്ട്സൊക്കെ വരുന്നില്ല, ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അല്ല സാറേ, എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ നന്നായിരുന്നു. നമുക്ക് ഒന്ന് ലഞ്ച് കഴിച്ചിട്ട് വരാനാ പോവാ, ഇറങ്ങാം. ലഞ്ചിനൊക്കെ ഒന്ന് കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് കൊണ്ടുവന്ന്. അപ്പോൾ പുതിയ നോട്ട്സേ 500ൻ്റെ ഉള്ളൂ, 10ൻ്റെയും അല്ല 100ൻ്റെ പുതിയ നോട്ട്സ് ഇല്ല. 500ൻ്റെ ഉള്ളൂ. 500ൻ്റെ വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. 500നെങ്കിൽ 500ൻ്റെ തരൂ. അപ്പോൾ 500ൻ്റെ ബണ്ടില് പുതിയ നോട്ടാക്കി കിട്ടി. അപ്പോൾ ഇപ്പം എന്ത് പറ്റി? 1,00,000 രൂപ തന്നെ അയാൾ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ, ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സോയിൽഡ് നോട്ട്സ് ഒഴിവാക്കി കിട്ടി, നല്ല നോട്ട് കിട്ടി, ഡിനോമിനേഷൻ എളുപ്പം കൊണ്ടുപോകാനുള്ളതായിട്ട് കിട്ടി. ക്വാണ്ടിറ്റി ഒന്നും മാറിയിട്ടില്ല, ഡിനോമിനേഷനൊന്നും സ്വല്പം അഡ്ജസ്റ്റ് ചെയ്തു. ആർക്കും നഷ്ടമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഒരു ഗമയ്ക്ക് കാണാനായിട്ട് കുറച്ച് പുതിയ നോട്ടും കൊടുത്തു, അത് നഷ്ടമില്ല. ഇതാരാ കൊടുത്തത്? ബാങ്ക് മാനേജർ റോഡ് കൂടിയിട്ടാണോ? ബാങ്ക് മാനേജർ അവിടെ നിന്ന് അറിയണ്ടോ ഒരു ബട്ടൺ അമർത്തേറെ ഏത് നോട്ട് എവിടെ ഇരിക്കണം എന്നൊക്കെ? ബുദ്ധിയുള്ള ബാങ്ക് മാനേജറാണെങ്കിൽ അങ്ങോട്ട് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഈസ് നോട്ട് ബോധേഡ്. അയാൾക്ക് അപ്പോഴേക്കും വേറെ ഫയൽ വന്നിട്ടുണ്ടോ ഒപ്പിടാൻ. അപ്പോൾ അങ്ങോട്ട് യാതൊരു ബോധറേഷനും ഇല്ല. പക്ഷെ ഇതാരാ അറേഞ്ച് ചെയ്ത് തന്നത്? ബാങ്ക് മാനേജറുടെ താഴ്ത്തിരിക്കണ ആൾ, ഈ സബോർഡിനേറ്റ്. അതല്ല, അയാൾ ലഞ്ചിനൊക്കെ കൊണ്ടുപോയില്ലേ നമ്മൾ? ആ ഒരു പരിഗണന നമ്മൾ ആദ്യ ശ്ലോകത്തിൽ കണ്ടില്ലേ? സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി. യജ്ഞഭാവത്തോടു കൂടിയിട്ട് യജ്ഞത്തിനെയും ഭഗവാൻ മനുഷ്യരുടെ കൂടെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ, ഈ യജ്ഞവും നീയും കൂടി ഒന്നിച്ചു വാഴ്. നിങ്ങളുടെയൊക്കെ സർവീസിന് വേണ്ടിയിട്ട് ഞാൻ പല ദേവതകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ചില കുട്ടി ദൈവങ്ങൾ, വരുണൻ, വായു, ഇന്ദ്രൻ, അഗ്നി, ഗണേശൻ, സുബ്രഹ്മണ്യൻ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് നീയെ ഹോമം കൊടുക്കുക, യജ്ഞം ചെയ്തിട്ട് അവരെ പ്രീതിപ്പെടുത്ത്, അവർ നിന്നെയും പ്രീതിപ്പെടുത്തും. പരസ്പരം ഭാവയന്ത. കഴിഞ്ഞ ശ്ലോകങ്ങൾ എവിടെയോ ഒരു 5-10 പ്രാവശ്യം 5-10 ദിവസം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഇതിലാണോ ഉപനിഷത്തിലാണോ എനിക്ക് ഓർമ്മയില്ല, ഏതോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പം അതുപോലെ ഈ ചെറിയ ദൈവങ്ങളാണ് നമുക്കിത് കർമ്മഫലത്തിനെ ഒന്ന് സ്വല്പം മാറ്റം വരുത്തി തരുന്നത്. അപ്പോൾ കർമ്മഫലം എനിക്ക് കിട്ടേണ്ടതല്ല, ഞാൻ പിന്നെ ആരുടെ കൈയും കാലും ഞാൻ തന്നെ പിടിക്കണ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കർമ്മഫലം കിട്ടേണ്ട പോലെ കിട്ടും, മഴ പോലെ പെയ്യും. തയ്യാറാണോ? ഒരു ദിക്കിലും പൂജയ്ക്ക് പോകണ്ട, ഒരു ഹോമം കഴിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. കർമ്മഫലം അതേപോലെ സ്വീകരിക്കാനുള്ള മനക്കരുത്തുണ്ടായാൽ മതി. അവിടെയാണ് നമ്മളുടെ വീക്ക്നെസ്. ആ വീക്ക്നെസ്സിനാണ് നമ്മൾ പുറത്ത് തുലാഭാരം വെച്ചിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും എന്താ പറയുക, പുഷ്പാഞ്ജലികൾ, രക്തപുഷ്പാഞ്ജലി, രുദ്രപുഷ്പാഞ്ജലി, ആ പുഷ്പാഞ്ജലി, ഈ പുഷ്പാഞ്ജലി, 100 സഹസ്രനാമ പുഷ്പാഞ്ജലി, ഗണപതി ഹോമം, ഭഗവത് സേവ, സുദർശന ഹോമം, മർത്തുഞ്ജയ ഹോമം, സരസ്വതി പൂജ, ആ പൂജ, 100 കണക്കിന് നമ്മുടെ എന്താ പറയുക സംസ്കാരത്തിൽ, നമ്മുടെ സനാതന ധർമ്മത്തിൽ സ്മൃതികൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്തിനാത്? ജനങ്ങളുടെ സൗഖ്യം, യു ആർ വെൽഫെയർ. ഭഗവാൻ പറയുന്നത്, യു ആർ മൈ കസ്റ്റമർ മൈ ഡിയർ ബോയ്, സോ ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു വിത്തിൻ ദി പെർമിസിബിൾ കോർപ്പറേറ്റ് ലിമിറ്റ്സ്. എൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ട് ഞാൻ എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്തു തരാം. പക്ഷെ 1 ലക്ഷം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്നോട് വന്നിട്ട് 2 ലക്ഷം തരുമെന്ന് ചോദിക്കരുത്.
1,00,000 തരാം. ആ തരുന്നതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ യജ്ഞം കൊണ്ട്, എൻ്റെ കൂടെ യജ്ഞത്തിനെ ഞാൻ സൃഷ്ടിച്ചു തന്നിട്ടില്ല, ആ യജ്ഞം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിക്കാനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം, നമ്മുടെ കർമ്മഫലം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വേണം. പക്ഷെ അതേ സമയത്ത് ബാങ്ക് മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾ നിങ്ങൾക്ക് 1,00,000 രൂപ തന്നോ, 1,00,000 രൂപ നിങ്ങൾ കൊണ്ടുപോയോ, 10,00,000 രൂപ നിങ്ങൾ കൊണ്ടുപോയോ, ആ കൊണ്ടുപോയത് ഏത് നോട്ടാണ്, ഇതൊന്നും അങ്ങോരെ ബാധിക്കുന്നില്ല. ഹി ഈസ് നോട്ട് ജസ്റ്റ് ബോതേർഡ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ബോതർ ചെയ്യാണ്ടിരിക്കണം? ഇങ്ങനൊരു നിസ്സംഗത്വം ഉണ്ടോ? അയാളുടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മുമ്പിൽ വെച്ചിട്ടല്ലേ എങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് നമ്മൾക്ക് ഈ ദോഷങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനും ശക്തി തരുന്നത് അദ്ദേഹം തന്നെയല്ലേ. ഈ കാറ് കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കൊണ്ട് ഇടിക്കാനും ആ ശക്തി തരുന്നത് ഫ്യൂവൽ തന്നെയല്ലേ. നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് ആ കാറിനെ കൊണ്ട് ഓടിച്ചു പോകാനും ശക്തി കൊടുക്കുന്നത് ഈ ഫ്യൂവൽ തന്നെയല്ലേ. വീട്ടിലേക്ക് പോയിട്ട് സന്തോഷവാനായിട്ട് വീട്ടിൽ ചെന്ന് കയറാനും ഈ കാറ് കൊണ്ട് ചെന്ന് കയറാനും ഈ ഫ്യൂവൽ തന്നെയല്ലേ കൊടുക്കുന്നത്. ഡ്രൈവറുടെ ക്രയവിക്രയത്തിൻ്റെ ഗുണദോഷം അനുസരിച്ച് അതിൻ്റെ ഫലം ഡ്രൈവർക്കും കാറിലിരിക്കുന്നവർക്കും കിട്ടുന്നു. അതെന്താ അങ്ങനെ? എന്തുകൊണ്ടത് ഭഗവാന് കിട്ടിക്കൂടാ? ഭഗവാനും ഇതിൽ കൂട്ടല്ലേ എന്ന് ചോദ്യം വരാം. ഭഗവാന്റെ ശക്തി ഇല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാനും എൻ്റെ കൂടെ വരണ്ടേ? എൻ്റെ കൂടെ നിൽക്കല്ലേ ഭഗവാൻ? ഒരു കർമ്മം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കല്ലേ ഭഗവാൻ ചെയ്യണത്? ഇല്ല, ഭഗവാൻ പ്രേരിപ്പിക്കല്ലേ. ഭഗവാന്റെ ശക്തി ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ കർമ്മം മീൻസ് ഐ പ്ലസ് യു. അതിൻ്റെ ഫലം വരുമ്പോൾ അത് നീ നോക്കിക്കോ, ഞാൻ നോക്കില്ല പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് ന്യായമാണോ? നമ്മളൊരു പാർട്ട്ണർഷിപ്പിന് പുറപ്പെടണം ടു ഡു ദിസ് കർമ്മ. രണ്ടാളും പാർട്ട്നേഴ്സ്. നിങ്ങളുടെ ഭഗവാന്റെ സിഗ്നേച്ചർ ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ആയില്ലേ? എന്താ ഭഗവാനെ പറയണത്? അപ്പോൾ കർമ്മഫലം എന്ന് വരുമ്പോൾ ഭഗവാൻ പറയണു എനിക്ക് പറയല്ല. അതെങ്ങനെ ശരിയാവുക? അതെന്താ അങ്ങനെ? ഈ വിഷയങ്ങൾ നമുക്ക് ഈ ഭൂതാത്മ എന്നുള്ള നാമത്തിൽ തന്നെ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം. ഭൂതാത്മ പൂർണ്ണത വരാതെ ഇപ്പം തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. നാളെ നമുക്ക് ബാക്കിയുള്ളത് കാണാം. ഭൂതാത്മ. അപ്പോൾ അതുവരെ ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൃഷ്ണ ഗുരുവായൂരപ്പ.